sunrise. 550 Island Peak. നമുക്ക് പോകേണ്ട വഴി അങ്ങനെയാ. നമുക്ക് ഈ മല ക്രോസ് ചെയ്യണം. ഇപ്പം നടന്ന രാത്രി എത്താം. യാ, പിള്ളേരൊന്നും എണ്ണിച്ചിട്ടില്ല. പോയി പൊക്കോട്ടെ ടീംസിന്. ഗൈസ്, അങ്ങനെ നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. എവിടെയോ എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഇന്നത്തെ ഹൈക്കിംഗ്? എങ്ങനെയുണ്ട്? ഇതെല്ലാം സ്പെയിനുണ്ട്, ചൈനക്കാരൻ ബടിയുണ്ട്. നമ്മൾ ചൈനയായിട്ട് യാതൊരു പ്രശ്നമില്ല കേട്ടോ. ഇനി അങ്ങ് കയറി പോകണം. ആൾക്കാർ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. മാക്സിമം 20 കിലോമീറ്ററോളം ട്രക്ക് ചെയ്ത്. സാരം. പക്ഷെ ദ വ്യൂ അമേസിങ്. കൊങ്മല പാസ് അത്യാവശ്യം വലിയ ക്രൗഡൊന്നുമില്ല. നൈസ് ട്രക്കിംഗ് ആണ്. നല്ല സ്റ്റീപ്പാണ്. നമ്മൾ വന്നത് അങ്ങുന്ന. അങ്ങനെ നമ്മളൊരു മലയുടെ ടോപ്പിലെത്തി. അപ്പം ചെറിയ ലേക്ക് പോലെ ഫുൾ സ്നോ ആയിട്ടൊരു ലേക്ക്. ഗ്ലേഷ്യറാണ്. കൊങ്മല പാസ് പോകുന്ന വഴിക്ക് ഇതേ നമുക്കൊരു പോണ്ടോ ലേക്കോ എന്തോ കിട്ടിയിരിക്കുകയാണ്. ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് ഏതോ ഒരു മലയുടെ മേളിൽ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോൺ ബാലൻസ് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് വഴി തെറ്റില്ല. പുറകെ ഒരു പ്രായമായ ഒരു അപ്പച്ചനും അമ്മച്ചിയും കൂടെ വരുന്നുണ്ട്. അവർക്ക് ഗൈഡും ഉണ്ട്. അടിപൊളി. ഫുൾ ഐസായിട്ട് കിടക്കുക. രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പായിരിക്കും ഇവിടെ. നമ്മളങ്ങനെ ലേക്ക് എത്തിയിരിക്കുകയാണ്. ഫുൾ പവർ. രക്ഷയില്ല. ബ്ലൂ വാട്ടർ. പച്ചയോ ബ്ലൂ അതെ, അതാണ് നമ്മുടെ പാസ്. പാസ് ഇപ്പം നമ്മളെത്തും. അരമണിക്കൂറിൽ പാസ് എത്തും. ക്രിസ്റ്റൽ ക്ലിയർ ലേക്ക്. അടിപൊളി വ്യൂ, അടിപൊളി വ്യൂ. നല്ല വെയിലുണ്ട്, പക്ഷെ അതേപോലെ കാറ്റടിക്കുമ്പോൾ നല്ല തണുപ്പുണ്ട്. വ്യൂ ഒരു രക്ഷയില്ല. ലേക്ക് ക്രിസ്റ്റൽ ക്ലിയർ ലേക്ക്. 3 പാസ് ട്രക്കിങ്ങിലെ കൊങ്മല പാസ് ഫസ്റ്റ് പാസ്. അതേ അരമണിക്കൂറിനുള്ളിൽ നമ്മളത് കയറുന്നതാണ്. അടിപൊളി ലേക്ക്, ഒരു രക്ഷയില്ല. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. ഫുൾ മൗണ്ടൻസ്, സ്നോ മൗണ്ടൻസ്. വാവ്.
രക്ഷയില്ല. കുമ്മല പാസ് 5535 മീറ്റേഴ്സ്. ബാക്കിൽ ലേക്ക്. രക്ഷയില്ല. ഫുൾ പവർ. പറന്നു പോകും ഇവിടെ നിന്ന. നല്ല കാറ്റുണ്ട്. ഫസ്റ്റ് പാസ്. ടോപ്പ് ഓഫ് ദി വേൾഡ്. ദൂരെ ഒരു വില്ലേജ് കാണുന്നുണ്ട്. ഏത് വില്ലേജ് ആണെന്ന് അറിയില്ല. നമ്മുടെ പിള്ളേർ ഇത് ട്രെക്ക് ചെയ്ത് പോകുന്നു. അമ്പാടി ടീംസ് ഇച്ചിരി സ്റ്റീപ്പ് ഇറക്കുക. നോക്കി ഇറങ്ങിയില്ലെങ്കിൽ പണി പാടും. എന്തായാലും നമ്മുടെ ഫസ്റ്റ് പാസ് എന്തായാലും അടിച്ചിരിക്കുകയാണ്. 5535 മീറ്റേഴ്സ്. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ കയറാൻ പോകുന്നത് കാലാപ്പത്തറാണ്. കാലാപ്പത്തർ വരുന്നതെന്ന് വെച്ചാൽ 5555. ഇതാണ് ഈ പാസ്സാണ് ഏറ്റവും വലിയ പാസ്. ഫസ്റ്റ് പാസ് ഫുൾ പവർ. റിസ്കി പാത്ത്. നല്ല റിസ്കി പാത്താണ്. ലബൂച്ച വരെ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഫുള്ള് റോളിങ് സ്റ്റോണാണ്. അപ്പം നോക്കി കാല് വെച്ചില്ലെങ്കിൽ അങ്ങ് താഴെ പോവും. ലബൂച്ചയാണ് ഇത് അങ്ങ് കാണുന്ന ഈ വില്ലേജ്. ടൈമുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം 1 മണി പോലും ആയില്ല. നമ്മൾ വിചാരിച്ചതിനും കാട്ടി എളുപ്പത്തിൽ നമ്മളിന്ന് ഇറങ്ങി. പക്ഷെ ലബൂച്ച ചെറിയൊരു വില്ലേജാണ്. അവിടെ സ്റ്റേ കിട്ടുമെന്നറിയില്ല. അവിടെ സ്റ്റേ കിട്ടിയില്ലെങ്കിൽ ഇന്ന് നമുക്ക് ഗോരക്ഷേപ്പ് പിടിക്കേണ്ടി വരും. എന്തായാലും അടിപൊളി ട്രക്കായിരുന്നു. ബ്യൂട്ടിഫുൾ ട്രക്ക്. ബാബയ്ക്ക് അഭിഷേകനും ഭ്രാന്തായിട്ടുണ്ട്. ഇറങ്ങി ഓടുന്നു. ലബൂച്ച എത്തുന്നതിന് മുമ്പ് ഫുൾ ഫ്രോസൺ ലേക്ക്. Lebuche 4940 meters. ലബൂച്ച എത്തുന്നതിന് മുമ്പ് ഫുള്ള് റോക്ക് ഇങ്ങനെ നടക്കുക. കുറച്ച് നേരം ഞാൻ ഇതിൻ്റെ അകത്ത് പെട്ടുപോയി. നല്ല രീതിക്ക് കുടുങ്ങി. പക്ഷെ അടിപൊളിയായിരുന്നു. രക്ഷപ്പെട്ടു. ഇപ്പം ബാഗൊക്കെ ഒന്ന് സൈഡാക്കി ഫോൺ ചാർജ് ചെയ്ത് ഒരു വീഡിയോ എടുക്കാൻ തോന്നി. ഇനിയും പോകാനുണ്ട്. ഇത് അങ്ങോട്ടേക്ക്, ആ ഫ്ലാഗ് കാണുന്ന അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. അത്യാവശ്യം നല്ല ക്ലൈമ്പുണ്ട്. എന്നുവെച്ചാൽ ഈ സ്റ്റോൺ ഫുള്ള് ഇളകി കിടക്കും. അതുകൊണ്ട് ഫുള്ള് സീനാണ്. ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ഇങ്ങനെ സ്റ്റോൺ ബാലൻസ് വെച്ചേക്കുന്ന ഒന്നും കണ്ടില്ല. ഇങ്ങനെ കറങ്ങിയാണ് വന്നത്. അപ്പോഴേക്കും അവിടെ ഇച്ചിരി രസമായിരുന്നു. ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. പക്ഷെ ഫുള്ളിങ്ങനെ ഇളകി കിടക്കുന്ന സ്റ്റോൺസാണ്. ലബൂച്ചെ നമ്മൾ ആ പീക്കാണ് ഇന്ന് ക്ലൈംബ് ചെയ്ത് ഇറങ്ങി വന്ന് പിന്നെ ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട്. യെസ്, 15 മിനിറ്റും കൂടെ. 15 മിനിറ്റിൻ്റെ ബോർഡ് നമ്മളിപ്പം കണ്ടു.
പിന്നെ ഒരു ചെറിയ ലേക്ക്. റെഡ് കൊടിയുടെ അവിടം വരെ പോകേണ്ടി വരും. ഫൈനലി ലബൂച്ചെ, ആ കാണുന്ന ചെറിയ വില്ലേജാണ് ലബൂച്ചെ. അങ്ങനെ ലബൂച്ചെ എത്തി. നമ്മളിന്ന് ഈ പോട്ടർ ഹൗസിലാണെന്ന് തോന്നുന്നു. ഭാവിയൻ ടീംസും അകത്തുണ്ട്, അവരൊന്ന് നോക്കട്ടെ. പോട്ടർ ഹൗസിലാകുമ്പം വലിയ റേറ്റ് ഇല്ലാതെ നിൽക്കാൻ പറ്റും. ഫുഡിനും റേറ്റ് കുറവായിരിക്കും. ഫുഡ് കഴിച്ചാൽ സ്റ്റേ ഫ്രീ ആയിരിക്കും ചിലപ്പം. എങ്ങനെയാണെന്ന് അറിയില്ല, ഒന്ന് ചെന്ന് നോക്കട്ടെ. ദാൽബർട്ട് വന്നിരിക്കുകയാണ്. പപ്പടം പപ്പടം വർഷങ്ങൾക്ക് ശേഷം. പപ്പടത്തിന് 350 രൂപ. 350. ഇതെത്രയായിരുന്നാണ്? 1000 രൂപ. അപ്പം നമ്മൾ ഇന്ന് ഈ ടീ ഷോപ്പിലാണ്.